ഹായ് മക്കൾസ്, അറക്കലാണ്. ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ചില ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടാവും, സാർ ഇപ്പം തന്നെ എന്തിനാ ക്ലാസ് ഒക്കെ തുടങ്ങി, ഇപ്പം തന്നെ നമ്മൾ പഠിച്ച് തുടങ്ങണോ? നമ്മൾ ജൂണല്ലേ ആയിട്ടുള്ളൂ, സ്കൂൾ തുറന്നിട്ടല്ലേ ഉള്ളൂ, ജസ്റ്റ് ചിൽ ആൻഡ് മൂഡ്, നമ്മളൊന്ന് ചില്ലായി വൈബായി ഒന്ന് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. നല്ലതാണ്, ചില്ലാവണം, അടിപൊളിയാവണം, സൂപ്പർ ആവണം, മിന്നിക്കണം, വൈബ് ഇതൊക്കെ വേണം. ഇതൊന്നും വേണ്ടാതെന്ന് നമ്മൾ ആരും പറയുന്നില്ല. പക്ഷേ ഒരു ബോധം വേണം. കാരണം നിങ്ങൾ ഇനി വെറും ചില്ല് മൂഡ് അങ്ങനെ പോയി കഴിഞ്ഞാലും ഇവിടെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കും. കാരണം 1-ാം തീയതി സ്കൂൾ തുറന്നില്ലേ, അതിലാർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. അതാ ഇത് വിദ്യാഭ്യാസ കലണ്ടർ 2026-27 ഈ വിദ്യാഭ്യാസ കലണ്ടർ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. അതിൽ 1-ാം തീയതി സ്കൂൾ തുറക്കുന്ന പ്രവേശനോത്സവം അത് കൃത്യമായി നടന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ്, സ്കൂളിൽ 8-ാം തീയതി കുട്ടികളുടെ കണക്കെടുപ്പ് എടുക്കും. അത് ടീച്ചേഴ്സ് എടുക്കുക, അത് നിങ്ങൾ അറിയില്ല. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പരിപാടികൾ കൃത്യമായിട്ട് വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ഇത് ജൂൺ ആണല്ലോ, ജൂലൈ, ഓഗസ്റ്റ്. ഓക്കെ, ഈ ഓഗസ്റ്റ് 13 എന്ന് പറയുന്ന ഡേറ്റ് ഉണ്ട്. നോക്കൂ, ഇവിടുത്തെ എന്താണ്, 1-ാം പാദവാർഷിക പരീക്ഷ ആരംഭം. എന്ന് വെച്ചാൽ എന്താ, ഓണപരീക്ഷന്റെ ഡേറ്റ് ആണ് ഓഗസ്റ്റ് 13. അതിപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്രോപ്പറായിട്ട് ഇതേപോലെ തന്നെ നടക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ അങ്ങനെ രാവിലെ എണീക്കുക, സ്കൂളിൽ പോവുക, വൈകുന്നേരം തിരിച്ചു വരിക, ആ ഒരു മൈൻഡിൽ അങ്ങനെ പോകുന്നുണ്ടാവും. അതിൽ കാര്യമില്ല. ഇതൊക്കെ പ്രോപ്പറായിട്ട് ഇവർ കറക്റ്റ് ഓൾറെഡി പ്ലാൻ ചെയ്ത് വിദ്യാഭ്യാസ കലണ്ടറും കാര്യങ്ങളും അക്കാദമിക് കലണ്ടറും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആ രീതിയിൽ തന്നെ നടക്കും. അപ്പോൾ ഓണപ്പരീക്ഷ എന്നുള്ള ചോദ്യത്തിന് ആൻസർ കിട്ടിയില്ലേ? ഓണപ്പരീക്ഷ ഓഗസ്റ്റ് 13 തുടങ്ങും. അപ്പോൾ ഓഗസ്റ്റ് 13 അതിന് ഇനി കുറേ സമയമില്ലേ? അതൊക്കെ തോന്നലാ. 2026 തുടങ്ങിയിട്ട് ഇത് എത്രാമത്തെ മാസം അറിയോ? 6-ാമത്തെ മാസം. 2026 6-ാമത്തെ മാസത്തി. ഇനി 6 മാസം കൂടെ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ 2026 ഇപ്പോൾ അടുത്തല്ലേ തുടങ്ങിയത്, പക്ഷേ 6 മാസം കഴിഞ്ഞു. അതേ പറയുന്നത്, സമയം ഫ്ലൈയാ, സമയം പറക്കും. അപ്പോൾ സമയം ആരും കാത്തിക്കൊന്നുമില്ല. അപ്പോൾ ഓഗസ്റ്റ് 13 ഇപ്പം അടുത്തെത്തും. പെട്ടെന്ന് എത്തും. അപ്പോൾ നിങ്ങളെന്താ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ ലാസ്റ്റ് പണി പാളാൻ ചാൻസ് ഉണ്ട്. അത് ഓഗസ്റ്റ് 13 തുടങ്ങിയിട്ട് ഓഗസ്റ്റ് 20, 21 പരിപാടി കഴിയും. ആകെ ഒരു 5-6-7 ദിവസം, 7-8 ദിവസത്തിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ എല്ലാ എക്സാമുകളും കംപ്ലീറ്റ് ആകും. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ദിവസം 2 പരീക്ഷയൊക്കെ ഉണ്ടാവാതിരിക്കാൻ ഡിപ്പെൻസ് ആണ്. ടൈം ടേബിൾ വന്നിട്ടില്ല. എന്തായാലും 13-ാം തീയതി പരീക്ഷ തുടങ്ങും. അപ്പോൾ ഓണപരീക്ഷ തുടങ്ങാനുള്ള ഡേറ്റ് വരെ അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മളിതൊന്നും അറിഞ്ഞില്ല എന്ന് എഴുതിയിട്ട് അത് പരീക്ഷ മാറ്റി വെക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി കാണണം. ഓഗസ്റ്റ് 13 ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ കുറച്ചെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, മെല്ലെങ്കിലും പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ പണി പാളാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ആർക്ക് വേണം? നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പവർ ഇമോജി വെറുതെ ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, സീ യു സൂൺ. വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം അറക്കൽ.